ഹലോ, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു 2 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീനാട്ടോ കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ സ്കിന്ന് കുറച്ച് സ്കിൻ കെയർ റൊട്ടീനൊക്കെ മുടങ്ങി ഭയങ്കര അൺഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡേ ടൈം ചെയ്യുന്ന ഒരു 2 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീനാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിറമാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് നാച്ചുർ ഫോർ നാച്ചുർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫേസ് സിറം ഫോർ ഗ്ലോവിങ് സ്കിന്നിനുള്ളതാണ്. ഇതൊരു 30 ml പാക്കേജ് ആട്ടോ. ഒരു 3 years ഷെൽഫ് ലൈഫ് ഉണ്ട്. ഇതിൻ്റെ MRP വരുന്നത് 2999 റുപ്പീസാണ്. അപ്പോൾ അതേ ഇങ്ങനെ ഒരു ആപ്ലിക്കേറ്റർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് സിറം വന്നേക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും 100% നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇതിനകത്ത് വരുന്നത്. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ലോദ്ര, ലെമൺ പീൽ, ഹൈബിസ്കസ്, പിന്നെ വന്നിട്ട് ഇതിനകത്ത് 6 ഫേസ് ഓയിൽസ് ഇൻക്ലൂഡിങ് ആർഗൻ ഓയിൽ വരുന്നുണ്ട്. മെയിനായിട്ട് ഇത് ആൻറ്റി പിഗ്മെൻറ്റേഷൻ, ആൻറ്റി ഏജിങ്, പിന്നെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും നല്ലൊരു റേഡിയൻ ലുക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതുപോലെ ഈ ആപ്ലിക്കേറ്ററിൽ ഒരു 3-4 ഡ്രോപ്സ് നമ്മുടെ ഫേസിലോട്ട് ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മളിത് നല്ല ജെൻറ്റിലായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് ശരിക്കും ഈ ഫേസ് ഓയിൽസൊക്കെ ഉള്ളത് കാരണം ആ ഒരു ഓയിലി ടെക്സ്ചറുമാണ്, അതോടൊപ്പം തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ. ശരിക്കും നമ്മൾ ഈ എന്താ പറയുക, ആർഗൻ ഓയിലിൻ്റെ സ്മെല്ലാണെന്ന് തോന്നും, ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതിങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിലോട്ട് നമ്മൾ ഫേസിൽ നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ശരിക്കും പ്രോഡക്റ്റ് വന്നിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പാരബീൻ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, ഡെർമറ്റോളജിയിൽ ടെസ്റ്റഡ് ആണ്. മെയിനായിട്ട് നമുക്കിതിനകത്ത് സ്കിന്നിൻ്റെ ഒരു ഏജിങ് സൈൻസ് ഒക്കെ കുറയ്ക്കാനും സ്കിന്ന് നല്ലതുപോലെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും, എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് അങ്ങനെയുള്ള ഡാർക്ക് സ്പോട്ട്സ്, സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും നല്ലതാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും അതുപോലെ ജെൻസിനും വിമൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഓയിൽ ടെക്സ്ചർ നമ്മുടെ ഫേസിലുണ്ടാവും, പക്ഷേ അത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാച്ചുർ ഫോർ നാച്ചുറിൻ്റെ തന്നെ ഡേ ഫേസ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് ഒരു 50 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാട്ടോ വരുന്നത്. ഇതിൻ്റെ MRP വന്നിട്ട് 1299 ആണ്. പക്ഷേ ഓൺലൈനിൽ നമുക്ക് നല്ല ഓഫറിൽ ഈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. എനിക്ക് ആക്ച്വലി യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇതുപോലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ചിൽബിൽ പോലെ തന്നെ സിനമൺ ഒക്കെ ആട്ടോ. ദേ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. ഒരു നോർമൽ ഒരു ലൈറ്റ് വെയ്റ്റ് ക്രീമാട്ടോ ഇത് വന്നേക്കുന്നത്. പിന്നെ ഇതും പ്യുവർ നാച്ചുറൽ ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും നല്ല ഗ്ലോവിങ് സ്കിന്ന് കിട്ടാനും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാനും ഒക്കെ നല്ലതാട്ടോ. ഇതും വളരെ കുറച്ച് അളവിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഹീൽ ചെയ്യാനും അത് സൂത്തൻ ചെയ്യാനും നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷനും നമുക്ക് തരും കേട്ടോ. പിന്നെ മെയിനായിട്ട് ആക്നെ സ്കാർസൊക്കെ ഉണ്ടെങ്കിൽ, പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്ന് ഭയങ്കരമായിട്ട് റിപ്പയർ ചെയ്യും. കാരണം ഞാൻ സ്കിൻ കെയർ റൊട്ടീനൊക്കെ മുടങ്ങിയിട്ട് എൻ്റെ സ്കിന്ന് ഭയങ്കര അൺഹെൽത്തി ആയിട്ട് ഒരു ജീവനില്ലാത്ത സ്കിന്നായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കിന്നിൽ ശരിക്കും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ശരിക്കും ഭയങ്കരമായിട്ട് സ്കിന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, മാർക്സൊക്കെ ഒന്ന് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മോയ്സ്ചറൈസർ വന്നിട്ട് ചെറിയൊരു വീറ്റിഷ് ഒരു സംഭവം നമ്മുടെ ഫേസിൽ വരും. അത് കാരണം വളരെ കുറച്ച് അളവിൽ എടുത്തിട്ട് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം തന്നെ ഇതേ സ്കിന്ന് നോക്കുവാണെങ്കിൽ അറിയാം, ശരിക്കും നല്ല ഇങ്ങനെ ഒരു പ്ലം പോലെ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ചെറിയൊരു ഓയിലി ടെക്സ്ചർ, അതങ്ങനെ ഓവറായിട്ടല്ല, നമ്മൾ നല്ലോണം ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ അത് സ്കിന്നിൽ അബ്സോർബ് ആകും. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ കിടക്കുന്നത് നല്ലതാട്ടോ. ഞാൻ എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഈ ക്രീമോ സിറോ എന്താണെങ്കിലും അത് യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന മൊത്തം ഇങ്ങനെ മണ്ടയ്ക്ക് തൂത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ 2 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. പ്രോഡക്ട്സ് ഞാനൊന്ന് ടാഗ് ചെയ്യാം കേട്ടോ. ടാറ്റാ.